പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് ദൈവമാതാവിൻ്റെ തിരുനാമത്തെക്കുറിച്ചാണ്. ഈ മെയ് മാസം മുഴുവനും പരിശുദ്ധ അമ്മയിൽ തിളങ്ങി വിളങ്ങിയ ഓരോരോ പുണ്യങ്ങളെ പറ്റിയാണ് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത്. അതിൽ തന്നെ ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവമാതാവിൻ്റെ തിരുനാമത്തെ പറ്റിയാണ്. അതിൽ തന്നെ ഒന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമം ഏറ്റവും പരിശുദ്ധമാണ് എന്നതിനെക്കുറിച്ചാണ്. രണ്ടാമതായിട്ട് ഏറ്റവും മഹനീയമായ ദൈവമാതാവിൻ്റെ നാമത്തെക്കുറിച്ചും, മൂന്നാമതായിട്ട് വണക്കത്തിന് യോഗ്യമായ ദൈവമാതാവിൻ്റെ തിരുനാമത്തെ പറ്റിയുമാണ് ധ്യാനിക്കുന്നത്. അതിൽ തന്നെ ഒന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും പരിശുദ്ധമായ ദൈവമാതാവിൻ്റെ നാമത്തെക്കുറിച്ചാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ അനുദിന ജീവിതയാത്രകളിലൊക്കെ എപ്പോഴും പറയാറുള്ളൊരു സുഹൃത ജപമാണ് എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ എന്ന്. കൂടാതെ ദിവസവുമുള്ള നമ്മുടെ ജപമാല പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ എന്ന്. ഇന്നത്തെ വണക്ക വായനയിൽ രണ്ട് പ്രധാനപ്പെട്ട നാമങ്ങളാണ് ഈ ഒരു പരിശുദ്ധ ദൈവമാതാവിൻ്റെ പരിശുദ്ധ നാമത്തെ മുൻനിർത്തി നമ്മൾ ധ്യാനിക്കുന്നത്. ഒന്നാമതായി പരിശുദ്ധ അമ്മ പ്രകാശം നൽകുന്ന ഒരു നക്ഷത്രമാണ്, ഒപ്പം തന്നെ സമുദ്രത്തിലെ വഴികാട്ടിയാണ്. നമ്മൾ ലുത്തിനിയ ചെല്ലുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, മോർണിംഗ് സ്റ്റാർ പ്രേ ഫോർ അസ്, ഉഷകാല നക്ഷത്രമേ പ്രേ ഫോർ അസ്. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് സ്വർഗത്തിൻ്റെ വാതിലേ എന്ന്. ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചു വീഴുമ്പോൾ നിത്യത ലക്ഷ്യമാക്കി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കൂട്ടുപിടിക്കേണ്ട ഒരു കരമാണ് ദൈവമാതാവിൻ്റേത് എന്നാണ് ഈ ഒന്നാമത്തെ ചിന്ത നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ കൃപാസനത്തിൽ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുടെ സാക്ഷ്യങ്ങൾ അതിന് തെളിവാണ്. ഞാൻ ഇതിനെപ്പറ്റി വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്ന ഒരു സാക്ഷ്യമാണ്, UK ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് അത് കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ഒരു കുടുംബത്തെ തക്ക സമയത്ത് പരിശുദ്ധ ദൈവമാതാവ് ഒരു പ്രകാശം കാണിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്ന ഒരു സാക്ഷ്യമാണ്. യൂട്യൂബിൽ അത് അപ്പായതാണ്, ഒത്തിരി മക്കൾ ആ സാക്ഷ്യം കണ്ടിട്ടുണ്ട്. സാക്ഷ്യം ഇതാണ്, അതായത് ഈ നഴ്സ് ഓൾറെഡി അവിടെ ഫാമിലി സെറ്റിൽഡാണ്. ഫാമിലിയെ കൊണ്ടുവന്നപ്പോൾ അവർക്കൊരു ഭവനം വേണം. അവർ ഒത്തിരി ഒരു ഭവനം അന്വേഷിച്ചു, പക്ഷേ അവർക്ക് കിട്ടിയില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ ജസ്റ്റ് ഒരു താൽക്കാലിക സംവിധാനത്തിൽ ഒരു ഹോസ്റ്റലിലാണ് തൽക്കാലം ജീവിച്ചു കൂട്ടുന്നത്. അപ്പോൾ ഒരു ദിവസം ഇവർ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഗ്രോട്ടോയുടെ സമീപം ഇരുന്ന് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇടുകയാണ്. ആ തത്സമയം ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ട് കഴിഞ്ഞ് തത്സമയം തന്നെ അവരുടെ മൊബൈലിലോട്ട് ഒരു ഹൗസിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് വരികയാണ്. അപ്പോൾ ഹസ്ബൻഡ് ഈ വൈഫിനോട് പറയും, നീ ആ അഡ്വർടൈസ്മെൻ്റ് ഒന്ന് വിളിക്കുക, അതിൽ കാണുന്ന നമ്പറിലൊന്ന് വിളിക്കുക, കാരണം നമ്മൾ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ടപ്പോഴാണല്ലോ മാതാവ് ഈ ഒരു വഴി തുറന്നു തന്നത്. അത്ഭുതകരമായി ആ നഴ്സ് ഇവിടെ സാക്ഷ്യം പറഞ്ഞത് ഇപ്രകാരമാണ്, ഒരു കുടുംബത്തിന് വേണ്ട ഫർണിച്ചർ മുഴുവനും ഇൻക്ലൂഡിങ് ലാപ്ടോപ്പ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എല്ലാം ഉള്ള ഒരു ഫർണിച്ചേഴ്സ് എല്ലാം ഉള്ള ഒരു ഭവനമാണ് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിലൂടെ മാതാവ് ഇവർക്ക് ഒരുക്കി വച്ചിരുന്നത്. ഇതാണ് നമ്മൾ ജീവിതത്തിൽ അകപ്പെട്ടു പോകുന്ന ചില സന്ദർഭങ്ങളിൽ നമ്മളെ വഴി തെളിയിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന ദൈവമാതാവിൻ്റെ വലിയ കരുതൽ ഉടമ്പടിയിൽ നമുക്ക് കാണാനാവും. രണ്ടാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മഹനീയ നാമത്തെക്കുറിച്ചാണ്. ഈ ഒരു നാമം കേൾക്കുമ്പോൾ പിശാച് ഭയന്ന് വിറയ്ക്കുന്നു എന്ന് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 3-15 തിരുവചനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്, നീ സ്ത്രീയും തമ്മിലും നിന്റെ സന്തതി അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അപ്പോൾ നരകസർപ്പത്തിൻ്റെ തല തകർക്കാൻ വേണ്ടി ജനിച്ചവളാണ് ദൈവമാതാവ്. ഒത്തിരിയേറെ മക്കളാണ് കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവർ പറഞ്ഞിട്ടുള്ളത്, സാത്താൻ്റെ ചങ്ങല ദൈവമാതാവ് നിന്ന് തകർക്കുന്നത് ഞങ്ങൾ ദർശനത്തിൽ കണ്ടു. പിറ്റേന്ന് മുതൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ദൈവത്തിൻ്റെ വലിയ ഇടപെടലുണ്ടായി, ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന അത്ഭുതങ്ങൾ നടന്നു എന്ന്.
അപ്പോൾ ദൈവമാതാവിന് സാത്താൻ്റെ ശക്തികളുടെ മേൽ ദൈവപിതാവ് കൽപ്പിച്ചു നൽകിയിട്ടുള്ള അധികാരം ഈ ഒരു നാമത്തിൻ്റെ പിന്നിലുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ഈ ദൈവമാതാവിൻ്റെ നാമം ഏറ്റവും വണക്കത്തിന് യോഗ്യമാണ് എന്നതാണ്. എന്തുകൊണ്ടാണ് ദൈവമാതാവിൻ്റെ നാമം ഏറ്റവും വണക്കത്തിന് യോഗ്യമായിരിക്കുന്നത്? നമുക്കറിയാം, എല്ലാ കൃപാവരങ്ങളുടെയും സകല വരപ്രസാദങ്ങളുടെയും നാഥയാണ് ദൈവമാതാവ്. പരിശുദ്ധ ദൈവമാതാവ് എലിസബത്തിൻ്റെ ഭവനത്തിലോട്ട് കടന്നു ചെല്ലുമ്പോൾ, അഭിവാദനം ചെയ്യുമ്പോൾ, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 41-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പരിശുദ്ധ ദൈവമാതാവിൻ്റെ അഭിവാദന സ്വരം ശ്രവിച്ച മാത്രയിൽ എലിസബത്തിൻ്റെ ഉള്ളിൽ സ്നാപയോഹന്നാൻ ആനന്ദത്താൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കുതിച്ചു ചാടിയെന്ന്. ദൈവമാതാവ് ഏതെല്ലാം ഭവനങ്ങളിൽ സ്വീകരിക്കപ്പെടുന്നുവോ, ആരെല്ലാം പരിശുദ്ധ അമ്മയെ അനുകരിച്ച് അവളുടെ ആത്മീയത പിൻചെല്ലാൻ ശ്രമിക്കുന്നുവോ, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ അവളിൽ നിറഞ്ഞ അതേ കൃപകളാൽ നിറയപ്പെടാൻ ഒരു സാധ്യതയുണ്ടെന്നാണ് ഈ ഒരു തിരുവചനം നമുക്ക് മുമ്പിൽ തുറന്നിടുന്നത്. അതാണ് നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ വായിക്കുന്നത്. ഇതിന് ഈ വണക്കത്തിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ, ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിക്കും എന്തുകൊണ്ടാണ് സ്നാപയോഹന്നാൻ ഇങ്ങനെ തുള്ളിച്ചാടിയത്. അത് ഉത്ഭവ തിന്മകളിൽ നിന്ന്, ദോഷങ്ങളിൽ നിന്ന് വിടുതൽ ലഭിച്ചപ്പോഴാണ് കൃപകളാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ് സ്നാപയോഹന്നാൻ ആനന്ദത്താൽ ഈ എലിസബത്തിൻ്റെ ഉദരത്തിൽ കുതിച്ചു ചാടുന്നത്. മരിയൻ ഉടമ്പടി എടുക്കുന്ന നമുക്കും ലഭിക്കുന്നത് ഇത് തന്നെയാണ്. നമുക്കറിയാം, ഒത്തിരിയേറെ നിങ്ങൾ സാക്ഷ്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. നമ്മൾ കഴിവില്ല, നിങ്ങൾക്ക് യാതൊരു മെറിറ്റുമില്ല എന്ന് സമൂഹം മാറ്റി നിർത്തിയ അനേകരെയാണ് ദൈവമാതാവ് ചേർത്ത് നിർത്തി മരിയൻ ഉടമ്പടിയിലൂടെ വൻ സാക്ഷ്യങ്ങൾ പറഞ്ഞ് ഈ സാക്ഷ്യപീഠത്തിൽ നിർത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് ഈ വ്യക്തികൾ ഇപ്രകാരം സാക്ഷ്യം പറയുന്നത്? ഇത് ദൈവമാതാവ് അവരുടെ മെറിറ്റ് നോക്കാതെ ദൈവമാതാവ് കൃപകൾ നേരിട്ട് കൊടുത്ത് അവരെ ഉയർത്തുന്നതാണ്. അതായത് പ്രത്യാശ നമുക്ക് തുറന്നിടുന്ന വലിയൊരു വാതിലാണ് ഈ മരിയൻ ഉടമ്പടി എന്നത്. അതാണ് മൂന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ നാമം ഏറ്റവും വണക്കത്തിന് യോഗ്യമാണ്. കാരണം അവളുടെ നാമം നമുക്ക് സന്തോഷം നൽകുന്നു, നമുക്ക് പ്രത്യാശ നൽകുന്നു, ഒപ്പം തന്നെ എല്ലാവിധ കൃപകളും കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നു. അപ്പോൾ തുടർന്നുള്ള വണക്ക ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ദൈവമാതാവിൻ്റെ കരം നമുക്ക് ശക്തമായി പിടിക്കാം. കാരണം ഈ നാമം വിളിച്ച് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചാൽ പരിശുദ്ധ അമ്മ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് സ്വർഗത്തിലേക്ക് തന്നെയാണ്. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ. അളവില്ലാത്ത സകല നന്മസ്വരൂപിനയിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായി ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസമെന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന്
അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പുത്രനായി ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിനെ അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിനെ അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ആമേൻ. മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പീഡകൾ സഹിച്ച് മരിച്ചതിൻ്റെ 3-ാം നാൾ ജയസന്തോഷത്തോടെ ഉയർത്തെഴുന്നള്ളി എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ഹെലീന പുളിക്കൽ സ്കൂൾ വിദ്യാഭ്യാസം വിജയിക്കുന്നതിന് വേണ്ടിയും മക്കൾക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൻഡോ ബിജി, ആൻഡോയ്ക്ക് നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയത്തിനും MBBSന് അഡ്മിഷൻ ലഭിക്കുന്നതിനും അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവലിന് ജോലിയിൽ പ്രമോഷൻ ലഭിക്കുന്നതിനുള്ള പരീക്ഷ വിജയിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലുള്ള എല്ലാവരെയും കാത്തു സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റോസ്ലി തോമസ്, മെയ് 4-ന് റോസ്മിയുടെ വിവാഹം ദൈവകൃപയാൽ എല്ലാം ഭംഗിയായി നടക്കുന്നതിന് വേണ്ടിയും PCOD തൈറോയ്ഡ് മാറിക്കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ചേട്ടൻ്റെയും ടീനയുടെയും ഡിപ്രഷൻ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കുവാനും ശ്വാസം മുട്ടൽ, പുകവലി ശീലം മുതലായവ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രകാശ് പ്രസാദ്, ആശിഷ് പ്രകാശ് നന്നായി പഠിക്കുന്നതിനും അനുഷയുടെ പഠനത്തിന് മാതാവിൻ്റെ മാധ്യസ്ഥം ലഭിക്കുന്നതിനും അമൃതയുടെ രോഗസൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനീഷ്, എൻ്റെ മകൻ എറിക് ജോസഫിന് എൻ്റെ കൂടത്തിന് തിരിച്ചു കിട്ടുന്നതിനും എനിക്ക് സ്ഥിരമായി വരുമാനമുള്ളൊരു ജോലി ലഭിക്കുന്നതിനും എന്നെ ഞെരുക്കുന്ന എല്ലാ കോടതി വ്യവഹാരങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബെനിത് ആൻ്റണി നിതീഷ് എന്ന എൻ്റെ മകൻ്റെ രോഗസൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവന നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കുന്നതിനും നിതീഷ് എന്ന ഭർത്താവിൻ്റെ തൊണ്ടയിലെ രോഗസൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജി മേരി, ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുന്നതിന് വേണ്ടിയും സോനാമോൾ, ഇവ, ബോണി, ക്രൈസ്റ്റ് എന്നീ മക്കൾക്ക് നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി MBBSന് അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയും രേഖമോൾക്ക് ഉന്നത വിജയം നൽകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജി മേരി, എൻ്റെ മക്കളെയും ഞങ്ങളെല്ലാവരെയും ദൈവസ്നേഹത്താൽ നിറയ്ക്കുന്നതിനും ദീപക്, നിഖിൽ, മായ, ബ്ലസ്സി, ജിബി ഇവർക്ക് ജീവിത പങ്കാളികളെ നൽകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജസ്റ്റിനും ഭാര്യയ്ക്കും ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനീഷ റോസ്, അൽഷമോൾക്ക് നീറ്റ് എക്സാം നല്ല മാർക്ക് തന്ന് MBBSന് അഡ്മിഷൻ കിട്ടാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്ഥലം വിറ്റ് പോകുന്നതിന് വേണ്ടിയും കരോൾ മോളുടെ അലർജി, ഡിനോയുടെ അൾസർ രോഗം എന്നീ അസുഖങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. റാണി മരിയ, ജർമ്മനിയിൽ പോകാനുള്ള തടസ്സം മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ജീവിക്കുന്നതിനും സഹോദരൻ ദൈവവിശ്വാസത്തിൽ ആഴപ്പെടാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാമരിയ, നീറ്റ് എക്സാം പാസ്സാകുന്നതിനും MBBSൽ അഡ്മിഷൻ കിട്ടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാതാവേ, ഞങ്ങളുടെ മകളുടെ കൂടെ പരീക്ഷയ്ക്ക് പോകാൻ അമ്മ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൽവിൻ, തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ചൊരു നല്ല മകനാക്കി വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. MCA നല്ല രീതിയിൽ പൂർത്തിയാക്കാനും പ്ലേസ്മെൻറ്റ് ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൽഫിയ ജോസഫ് വരാപ്പുഴ,
നീറ്റ് എക്സാമിന് വിജയം നൽകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ മദ്യപാനവും പുകവലിയും മാറുന്നതിനും ഈശോയെ സ്വീകരിക്കാനുള്ള കൃപയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് ചെയ്യാനുള്ള നല്ലൊരു വരുമാന മാർഗം അമ്മ മാതാവെ കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സിന്ധു തോമസ് വീടിൻ്റെ പണി നന്നായി കഴിയുന്നതിനും ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നതിനും മകന് പഠിക്കുവാനുള്ള കൃപാവരം ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആലീസ് ആൻ്റണി അനുവിന് നല്ല വിവാഹം നടക്കാനും അതുല്യയുടെ വിദ്യാഭ്യാസ ലോൺ ലഭിക്കുന്നതിനും KC ഗോപൻ 14 വർഷം മുമ്പ് വാങ്ങിയ 10 ലക്ഷം രൂപ പലിശ സഹിതം തിരിച്ചു നൽകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാഹുൽ രാജീവ് നീറ്റ് എക്സാമിന് നല്ല സ്കോർ ലഭിക്കുന്നതിന് വേണ്ടിയും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ആസ്റ്റിൽ പീറ്റർ ആസ്റ്റിലിന് ദൈവസ്നേഹം നിറഞ്ഞ ഒരു വധുവിനെ ലഭിക്കുന്നതിനും അസീറ്റയ്ക്ക് ജർമ്മൻ ഭാഷ പാസ്സാകുവാനും നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുന്നതിനും ഹെൽനമോളുടെ നഴ്സിംഗ് ഫസ്റ്റ് വർഷം എക്സാം പാസ്സാകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലീഡ സെബാസ്റ്റ്യൻ ലീഡയ്ക്ക് നീറ്റ് എക്സാം ഉന്നത വിജയം ലഭിക്കുന്നതിനും ലീഡയ്ക്ക് +2-നും 10-ലും ഫുൾ A+ നൽകണമേ. 20 ഞങ്ങളുടെ സ്ഥലം വിറ്റ് കടബാധ്യത മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലിജി ഫ്രാൻസിസ് ഭർത്താവിൻ്റെ സെറ്റിൽമെൻറ്റ് കിട്ടി ഒരു വരുമാന മാർഗം കണ്ടെത്തി തരുന്നതിനും മകളുടെ നീറ്റ് എക്സാം ഭയമില്ലാതെ അഭിമുഖീകരിക്കുന്നതിനും ഞങ്ങളെ കടബാധ്യതയിൽ നിന്ന് രക്ഷിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിജി മാതാവേ, മെയ് 4-ാം തീയതിയിലെ നീറ്റ് എക്സാമിന് എൻ്റെ മക്കളെ സഹായിക്കണമേ. മാതാവേ, ഞങ്ങളുടെ ഭവനത്തിൻ്റെ ചുറ്റും മതിൽ കെട്ടി ചുറ്റും വൃത്തിയാക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ പരിശുദ്ധ അമ്മ വഴി നിയോഗങ്ങളെല്ലാം അങ്ങയുടെ പക്കലേക്ക് സമർപ്പിക്കുന്നു. ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കുമാമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ
തൻ്റെ ഉയർപ്പിന് ശേഷം 40-ാം നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടെ തൻ്റെ ദൈവമാതാവ് ശിഷ്യരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്തു എന്ന് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നിയോഗങ്ങൾ: മേഴ്സി സ്റ്റീഫൻ പള്ളിത്തോട് ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നതിനെ, മക്കൾ തമ്മിൽ സ്നേഹത്തോടെ ജീവിക്കാൻ, കുടുംബസമാധാനത്തിൽ ജീവിക്കാൻ. റാണി അഗസ്റ്റിൻ ആശാരിപ്പറമ്പിൽ സ്ഥലം വിൽപ്പന നടത്തി കടം വീട്ടാൻ വേണ്ടി, മാതാപിതാക്കൾക്ക് ഒരു ഭവനം വാങ്ങിക്കുവാൻ, മകൾക്ക് പരീക്ഷയിൽ വിജയം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മുത്തുമോൾ ഉഴവൂർ പരീക്ഷ പാസ്സാകുവാൻ, വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ, ശാരീരിക സൗഖ്യം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ബെന്നി മാത്യു ബാങ്ക് ജപ്തി ചെയ്ത സ്ഥലവും ബാങ്കിൽ വയ്ക്കാൻ പോകുന്ന സ്ഥലവും വാങ്ങിത്തരണമേ. സ്ഥലത്തിൻ്റെയും കടയുടമയുടെയും കേസ് മാറ്റി വിജയം തരണമേ. വീട്ടിലേക്ക് വഴിയും കുടുംബത്തിൽ സമാധാനവും, വിൽക്കാൻ കിടക്കുന്ന തടിയും വിറ്റുകിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റാൻസം മരിയ സാജു കിടങ്ങൂർ മകൾക്ക് നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടി, ബിജി സജുവിൻ്റെ ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നതിന്, ഒത്തൊരുമയോടെ ജോലി ചെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോമ സാബു പറപ്പിള്ളി പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധ വരുന്നതിനായി അമ്മേ പ്രാർത്ഥിക്കണമേ. ഗോഡ്വിൻ ബിനു കവരപ്പറമ്പ് SSLCക്ക് ഫുൾ A+ ലഭിക്കുന്നതിന്, പഠിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ വരുന്നതിന്, ദൈവഭയത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓസ്റ്റീന റോസ് ബിജു പൂവല്ലി നായത്തോട് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ വരുത്തുന്നതിന്, ശാരീരിക അസ്വാസ്ഥ്യങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനീല ജീനോ കല്ലൂർ അനീലയുടെ ശാരീരിക അസുഖം മാറുന്നതിന്, അനീലയ്ക്ക് ജിനോയ്ക്ക് മക്കളുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സനിൽ ബി രാഹുൽ പെരുമ്പിള്ളി ദൈവസ്നേഹം വർദ്ധിപ്പിക്കാൻ വേണ്ടി, എൻ്റെ മകനെ കാനഡയിലേക്ക് പോകുന്നതിനുള്ള തടസ്സം മാറുന്നതിന്, എത്രയും പെട്ടെന്ന് പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭർത്താവിന് വിശ്വാസം വർദ്ധിപ്പിക്കാൻ പ്രാർത്ഥിക്കുന്നു. ആഷിഖ് ബൈജുവിനെ തടസ്സമില്ലാതെ ജർമ്മനിയിൽ ജോലിക്ക് കിട്ടി പോകുവാൻ സാധിക്കണം. അനീറ്റ തെരേസയ്ക്ക് നല്ല സാലറിയുള്ള ജോലി ലഭിക്കണം. വിവാഹം ദൈവവിശ്വാസമുള്ള മകനുമായി നടക്കണം. കുടുംബം പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കാൻ. സുനീഷ് മാത്യു പൂവത്തിങ്കൽ കണ്ണൂർ ദൈവഹിതം ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറണം. ആൻസമ്മയുടെ മെയ് 4 നീറ്റ് എക്സാം ഉന്നത വിജയം നൽകണം. 4 മണി മുതൽ 5 വരെയുള്ള പരീക്ഷ. അൽഫോൻസയുടെ ഓക്സിവിനിൽ വിഷ്വൽ എപ്പിലെപ്റ്റിക് മാറി അവളെ അമ്മയുടെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രഞ്ജൻ കൊല്ലം നീറ്റ് എക്സാം ഓർമ്മശക്തി നല്ല രീതിയിൽ പരീക്ഷ എഴുതി പാസ്സാകുവാൻ, മാതാവ് മകൻ്റെ കൂടെ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. സന്തോഷ് ആൻ്റണി കളപ്പുരയ്ക്കൽ സഹോദരൻ സന്തോഷിൻ്റെ കല്യാണം നടന്ന് സന്തോഷപ്രദമായ കുടുംബജീവിതം ലഭിക്കുന്നതിന്, എൻ്റെ കെവിൻ്റെ പഠനം നന്നായി നടക്കുവാൻ, എബിനെ +1 എക്സാം 95% മാർക്ക് നൽകി അനുഗ്രഹിക്കണം. സനിയ സഞ്ജോ പുളിമൂട്ടിൽ 2025 മെയ് 4 നീറ്റ് എക്സാമിന് നല്ല സ്കോർ നേടി നല്ല ഡോക്ടറാകാൻ സഹായിക്കണമേ. +2 എക്സാമിന് എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ നൽകണമേ. ദൈവ പൈതലായി വിശ്വാസത്തിൽ വളരാൻ സഹായിക്കണമേ. ഡാനിയൽ ജോസഫ് വലിയ മരത്തിങ്കൽ തോപ്പുംപടി നല്ലൊരു വിദേശ ജോലി ലഭിക്കാൻ, ആത്മീയ ജീവിതം മെച്ചപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ത്രേസ്യ ഡേവി വലിയ മരത്തിങ്കൽ മകൾ എത്രയും വേഗം ജോലിയിൽ തിരിച്ചു കയറാൻ, അവരുടെ ആത്മീയ ജീവിതം കൂടുതൽ മെച്ചപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സോണിയ റെയ്നോൾഡ്സ് ചമ്മണിക്കോടത്ത് എറണാകുളം. സോണിയ സാനിയ ബേബി ജോൺ ചേർത്തല മോൾക്ക് ജോലി, മോളുടെ ഡ്രൈവിംഗ് ലൈസൻസിനു വേണ്ടി, കുടുംബസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാത്യു അബിച്ചക്കൽ എൻ്റെയും ഭാര്യയുടെയും ഹാർട്ട് രോഗം മാറുന്നതിനു വേണ്ടി, ഓപ്പറേഷന് മരുന്നില്ലാതെ സുഖമാകുവാൻ, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുവർണ വർഗീസ് മൂലംകുടി ജോലി കിട്ടുന്നതിന്, ഞങ്ങളുടെ ബിൽഡിങ്ങിൽ ലീക്കേജ് സംബന്ധമായ പ്രശ്നം പരിഹരിക്കണമേ. ഇപ്പോൾ
വന്നിരിക്കുന്ന പ്രപ്പോസലിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷാറൂൺ രാജൻ, ഐക്കരവിള, കൊല്ലം. മെയ് 5 നടക്കുന്ന എക്സാം പാസ്സാകുന്നതിന്, തൊഴിൽ തടസ്സം മാറുവാൻ, മക്കൾ വിശ്വാസത്തിൽ വളരുവാൻ. സോണിയ റെയ്നോൾഡ്സ്, ചമ്മണിക്കോടത്ത്, എറണാകുളം. സോണിയ സാനിയ, മെയ് 4 നീറ്റ് എക്സാം പരീക്ഷ പാസ്സാകുന്നതിന്, ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന്, നഷ്ടപ്പെട്ട പൈസ തിരികെ ലഭിക്കുന്നതിന്, രോഗസൗഖ്യം ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആതിര കൃഷ്ണ, അശ്വതി. അമ്മേ, മെയ് 4 നടക്കുന്ന നീറ്റ് എക്സാമിന് 675 ഔട്ട് ഓഫ് 720 മാർക്ക് നൽകി അനുഗ്രഹിക്കണമേ. അച്ഛൻ്റെ കൈവേദനയും BP നോർമലാക്കി തരണമേ. കണ്ണൻ +1 എല്ലാ വിഷയത്തിലും ഫുൾ A+ ആയിരിക്കണമേ. മറിയാമ്മ തോംസൺ, കടവൽത്തുറ. കിരണൻ ഫാമിലി ദൈവത്തിൽ വിശ്വസിക്കാനും പരിശുദ്ധാത്മാവ് നിറയാനും, അഗിയുടെ ആസ്മ മാറാനും അവൻ്റെ കുറവുകളെ മാറ്റുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കീർത്തിക്ക് പൂർണ്ണാരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എലീഷ കോവച്ചാം വേഗർ, അർത്തുങ്കൽ. നീറ്റ് എക്സാം ഉന്നത വിജയം ലഭിക്കുന്നതിന്, ഫോറസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കുവാൻ, കോട്ടയം ജില്ലയിൽ അഡ്മിഷൻ ലഭിക്കുവാൻ. ഹരിത, എറണാകുളം. ഭർത്താവിൻ്റെ മാനസാന്തരത്തിനു വേണ്ടി നല്ലൊരു കമ്പനിയിൽ നല്ല ശമ്പളത്തിൽ ഒരു ജോലി ലഭിക്കുവാൻ. നിർമ്മല ഹൃദയം സൃഷ്ടിച്ച് സകല മാലിന്യവും പാപവും തിരുരക്തത്താൽ കഴുകിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദിവരഹസ്യം. നമ്മുടെ കർത്താവ് ശംസിയ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് എഴുന്നള്ളിയിരിക്കുമ്പോൾ സിഹിയോൻ ഊട്ടുശാലയിൽ ധ്യാനിച്ചിരുന്ന കന്യകാ മാതാവിൻ്റെ മേലും സ്ലിഹാന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചു എന്ന് ധ്യാനിക്കാം.
സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. റോസ് ജോൺ പാലായിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാവുന്നതിനും ഭർത്താവിനെയും മക്കളെയും എല്ലാം അപകടങ്ങളിൽ നിന്ന് കാത്തു സംരക്ഷിക്കുന്നതിനും മകൻ്റെ വിവാഹം 32 വയസ്സായിട്ടും ഈ മാസം 32 വയസ്സായ മകൻ്റെ വിവാഹം ഈ മാസം തന്നെ നടക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേഴ്സി ജൂഡ് മരട്, വിസ്മയ ജൂഡ് MBBS യുക്രൈനിൽ ഫൈനൽ ഇയർ എക്സാമിന് ഉന്നത വിജയത്തിന് വേണ്ടിയും, റിപ്പോർട്ടോൺ ജൂഡ് അമ്മയുടെ ഹിതപ്രകാരം വിവാഹം നടക്കുന്നതിന് വേണ്ടിയും സ്വന്തമായ ഒരു ഭവനം ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചിജു മാത്യു വരാപ്പുഴ, എനിക്ക് കേരള ബാങ്കിൽ ജോലി കിട്ടി, എൻ്റെ കുടുംബത്തിൽ എല്ലാവരും ഈശോയുടെ വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്ക് അഭിഷേകത്തോടെ സാക്ഷ്യം പറയാനും ഉടമ്പടി സാക്ഷ്യത്തിലൂടെ എല്ലാവരും അമ്മയെയും ഈശോയും അറിയാനും ഇടയാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മമ്മിയുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ത്രേസ്യാമ പോൾസൺ, പിൻ നമ്പർ കിട്ടാനും ക്ഷമിക്കാനുള്ള കഴിവ് കിട്ടാനും OET പരീക്ഷ പാസ്സാകാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആശാ ഗിരീഷ്, ആലപ്പുഴ, എൻ്റെ മക്കളായ അർജുൻ, അഭിമന്യു ഒരു അടിപിടി കേസിൽ അകപ്പെട്ടിട്ടുണ്ട്. ആ കേസിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അർജുന് ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജോലി തുടർന്ന് ചെയ്യുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റോണി ജോർജ്, ആലഞ്ചേരി, എൻ്റെ മകൻ്റെ ചെവിയുടെ കേൾവി ലഭിക്കുന്നതിന് വേണ്ടിയും എൻ്റെ ഗ്യാസ് ലൈറ്റ്സ് എന്ന അസുഖം വിട്ടുമാറുന്നതിനും 3 മക്കളും ദൈവകൃപയിൽ വളരുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജയശ്രീ ദാസ്, അമ്മയുടെ സംരക്ഷണം ഉണ്ടാകുന്നതിന് വേണ്ടിയും BSc നഴ്സിംഗ് നല്ല മാർക്കോടെ പാസ്സാകുന്നതിനും +1 പരീക്ഷ കഴിഞ്ഞ മകൾക്ക് ഫുൾ മാർക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയശ്രീ, എൻ്റെ മകളുടെ B2 എക്സാം എത്രയും പെട്ടെന്ന് പാസ്സാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സം കൂടാതെ ജർമ്മനിയിൽ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃഷി സ്ഥലത്തെ സമർപ്പിക്കുന്നു. അമ്മയുടെ സംരക്ഷണം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രീജ ട്രിവാൻഡ്രം, എൻ്റെ മകൾ ഗോപിക 3ാം പ്രാവശ്യം നീറ്റ് എക്സാം എഴുതുന്നവൾക്ക് ഒരു ഗവൺമെൻറ് MBBSൽ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൾ സോനുവിന് +2 പരീക്ഷ നല്ല മാർക്കോടെ പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗാരിഷ്ടതകളിൽ നിന്ന് മോചനത്തിനായി പ്രാർത്ഥിക്കുന്നു. രമ്യ ലിയോൺ, ചെട്ടിക്കാട്, അമ്മയെ ആദ്യ കുർബാന സ്വീകരിക്കുന്ന എൻ്റെ കുഞ്ഞിന് ഈശോ ഉള്ളിൽ കടന്നു വരുന്ന ഒരു അനുഭവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾ 3 പേരും ദൈവസ്നേഹത്തിൽ ജീവിക്കാനും ജീവിത പങ്കാളി ഉടമ്പടി ജീവിതം നയിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊച്ചർജുൻ, വിധേയത്തിൽ എൻ്റെ മകൻ വർഗീസിൻ്റെ വർക്ക് പെർമിറ്റ് ലഭിക്കുന്നതിനും മകൻ സെബാസ്റ്റ്യൻ നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനും കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൈജി ജോർജ്, മകൾ അമല CA ഫൈനൽ എക്സാം പാസ്സാകുന്നതിനും മകൻ അലൻ മർച്ചൻ്റ് നേവിയിൽ ജോലി ലഭിക്കുന്നതിനും ബിസിനസ്സിൻ്റെ വിജയത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ട്രീസ ഞാറയ്ക്കൽ, ജീവിത പങ്കാളി ഉടമ്പടി വിശ്വസ്തതയിലേക്ക് വരാനും ഞങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാനും വിശുദ്ധ അന്തോണിസിൻ്റെ തിരുനാൾ ഒരു കുറവും കൂടാതെ നടന്നു കിട്ടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിനയ്, മേരി റെയ്നോൾഡ് നീറ്റ് എക്സാം പാസ്സാകുന്നതിനും MBBSന് നല്ലൊരു റാങ്ക് ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്ന റെയ്നോൾഡ് നീറ്റ് എക്സാം പാസ്സായി നല്ല റാങ്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീട്ടിൽ ഭർത്താവുമായിട്ടുള്ള കലഹം എത്രയും പെട്ടെന്ന് മാറി 3 മക്കളും അപ്പനും അമ്മയും ഒന്നിച്ച് കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിജോ കുര്യാക്കോസ്, തൃശ്ശൂർ, കുടുംബത്തിൽ അനുഗ്രഹത്തിൻ്റെ തടസ്സങ്ങൾ മാറിപ്പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവഹിതം നിറയാനും ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അക്ഷരഗണി, മെയ് 4 നടക്കുന്ന നീറ്റ് പരീക്ഷയിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ MBBSന് അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അക്ഷര ഷാണി, മെയ് 4 നടക്കുന്ന നീറ്റ് പരീക്ഷയിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരിയ സെബാസ്റ്റ്യൻ, മാതാവേ, കുഞ്ഞു വീണ് ഹോസ്പിറ്റലിലാണ്, സർജറി ഒന്നും കൂടാതെ കുഞ്ഞിന് സംരക്ഷണം നൽകി അവൾക്ക് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ B2 എക്സാം മെയ് മാസത്തിൽ പാസ്സാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ടിറ്റച്ചോട്ടന് എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടുന്നതിനും നല്ല സാലറിയിൽ ജോലി ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിമ്മി കിരൺ, മുംബൈ, ഭാര്യയും ഭർത്താവിനെയും അനുഗ്രഹിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏഞ്ചൽ പൊയ്കയിൽ
ജീവിത വിശുദ്ധിയിൽ ജീവിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീറ്റ് റാങ്കിൽ നല്ല വിജയം ലഭിക്കുന്നതിനും ഞങ്ങളുടെ സ്ഥല വിൽപ്പന നടക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോസ് ബെന്നി മെയ് 4 നടക്കുന്ന നീറ്റ് എക്സാം പാസ്സാകുന്നതിനും MBBS അഡ്മിഷൻ കിട്ടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമല FMCG എക്സാം പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിറ്റോജിന് മക്കളെ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗൗരി ഗോപൻ ആലപ്പുഴ മെയ് 4 നടക്കുന്ന നീറ്റ് എക്സാമിന് നല്ല റാങ്ക് കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ അസുഖം മാറ്റിത്തരണമേ മാതാവേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡാനി അയർലൻഡിലുള്ള ഡാനി മഞ്ജുഷ കുടുംബത്തിന് PR വിസ ലഭിക്കുന്നതിനും ജോലി ഓസ്ട്രേലിയയിൽ പോകുന്നതിനും നിലവിലുള്ള ജോലി തടസ്സം മാറുന്നതിനും 2025 തന്നെ സ്വന്തമായ ഒരു ഭവനം ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ത്രേസ്യ ജോസഫ് തൈപ്പറമ്പിൽ എൻ്റെ മാതാവേ മെയ് 4 നടക്കുന്ന നീറ്റ് എക്സാമിൽ വിജയം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ത്രേസ്യ കത്രീനയുടെ കൂടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്നത വിജയം കരസ്ഥമാക്കി MBBS സീറ്റ് കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലൻ തോമസ് ചെത്തിമറ്റംപാല പരിശുദ്ധാത്മാവിൽ നിറയാനും പഠന തടസ്സം മാറുന്നതിനും ജോലി തടസ്സം മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ പക്കലേക്ക് ഞങ്ങൾ ഇന്ന് യോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കുമാമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 4-ാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ ഉയർത്തെഴുന്നള്ളി കുറെ കാലം കഴിഞ്ഞപ്പോൾ കന്യകാമാതാവ് ഈ ലോകത്തിൽ നിന്ന് മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നിയോഗങ്ങൾ.
വിനോദൻ DP മുട്ടാർ. MBBS നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം, നല്ല ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ സഹോദരൻ്റെ മകൻ ഗൾഫിൽ ജയിലിൽ അകപ്പെട്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് നാട്ടിൽ തിരിച്ചെത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകൻ്റെ പണത്തിനനുസരിച്ചുള്ള ഒരു നടിയെ ലഭിക്കുന്നതിനെ അമ്മ മാതാവ് അനുഗ്രഹിക്കണം. ബിനീഷ ജെ ഡാനിയൽ, ബിനീഷ് ഭവൻ, തിരുവനന്തപുരം. ബിനീഷ് മെയ് 4 നടക്കുന്ന നീറ്റ് എക്സാം പാസ്സാകുന്നതിനെ MSEL MBBS അഡ്മിഷൻ കിട്ടാൻ BSc നഴ്സിംഗ് ഫസ്റ്റ് സെം എക്സാം പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി കുടുംബത്തെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗായത്രി വാക്കെഴുത്ത് നീറ്റ് എക്സാം പാസ്സാകുന്നതിന് MBBSന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫിറോസിൻ്റെ കുടുംബാംഗങ്ങൾ സ്വർണം മുഴുവൻ എടുത്തു കൊടുക്കണം. അമ്മയ്ക്ക് ജോലി കിട്ടണം. അനീഷ കോട്ടയം, നഴ്സിംഗ് പഠനം നന്നാകാൻ നീറ്റ് പരീക്ഷ വിജയിക്കുന്നതിന് അലീഷ 10th ഉന്നത വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹരിത തെരുവിപ്പറമ്പിൽ, കുമ്പളങ്ങി, മെയ് 4 നടക്കുന്ന നീറ്റ് എക്സാം ഉന്നത വിജയം. സഹോദരനെ മെയ് 25 നടക്കുന്ന മത്സര പരീക്ഷയിൽ വിജയം. ഞങ്ങളുടെ ഷോപ്പ് എത്രയും വേഗം പ്രവർത്തനം ആരംഭിക്കുന്നതിന് ആൻമേരി ആനന്ദ്, ക്രിസ്റ്റി ഇസബൽ, പൗംചിറ, കോട്ടയം. വിശുദ്ധിയിൽ വളരാൻ നീറ്റ് പരീക്ഷ വിജയം. ഏലിയാമ്മ ജോർജ്, പുളിപ്പറമ്പിൽ, മകളുടെ കുഞ്ഞ് നഥാനിയേൽ നന്നായി സംസാരിക്കുന്നതിന് മകളുടെ കുഞ്ഞിൻ്റെ കുറുനാവിൻ്റെ ഹോൾ തടയണം. കേൾവിയുണ്ടാകണം. നെഞ്ചിൻ്റെ ഭാഗത്ത് സിസ്റ്റ് മാറണം. ഓപ്പറേഷൻ ചെയ്യരുത്. സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്ക് മാറണം. വിമലയൻ, ചങ്ങനാശ്ശേരി, മകൻ അഗസ്റ്റിനെ മാനസാന്തരമുണ്ടാകുന്നതിന് കുടുംബത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നതിനു വേണ്ടി. അക്ഷയ കെ സജൻ, അക്ഷയ ഭവൻ, ഇടുക്കി, 4 തീയതി നീറ്റ് എക്സാം പാസ്സാകാൻ MBBS അഡ്മിഷൻ കിട്ടാൻ കണ്ണിൻ്റെ ബുദ്ധിമുട്ട് മാറുന്നതിന് കടബാധ്യതയിൽ നിന്നും മാറിത്തരാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. സാഞ്ചസ് ജോൺ, അങ്കമാലി, സാഞ്ചസ് +2 പാസ്സാകുവാൻ BSc നഴ്സിംഗ് അഡ്മിഷൻ നല്ല ഹോസ്പിറ്റലിൽ ലഭിക്കുവാൻ. സാന്ദ്ര, നന്ദി ഫെഡറൽ ബാങ്കിൽ ജോലി ലഭിച്ചതിന് സ്ഥലം വാങ്ങൽ കൊടുക്കൽ. ബിനീഷ രാജേഷ് ഭവൻ, എൻ്റെ ഭർത്താവ് ഉടൻ തന്നെ തിരിച്ചു വരണം. എവിടെയാണെന്നറിയില്ല. എൻ്റെ വീടിൻ്റെ പണി നടക്കണം. എൻ്റെ മകളുടെ കല്യാണം ഉടൻ നടക്കണം. എനോഷ് അലൂഷ്യസ്, തിരുവനന്തപുരം, പഠനം, ജോലി, ആത്മീയ വിശുദ്ധി. ലിയ സണ്ണി, എൻ്റെ മകൾ നീറ്റ് എക്സാം പാസ്സാകുന്നതിന്, ഗവൺമെൻറ്റിൽ MBBS സീറ്റ് ലഭിക്കുന്നതിന്, പരീക്ഷാ ഭയം മാറുന്നതിന്, മകൻ എക്സാം പാസ്സാകുന്നതിന്, നല്ല ജോലി ലഭ്യമാകുന്നതിന്. ആൽബർട്ട് ആൻ്റണി, കുഞ്ചൻകാട്ട്, കാണാനില്ല. സിനീഷ്, ഒക്ടോബർ 2024. തോമസ് TJ, തൈപ്പറമ്പിൽ, ഞങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കുന്നതിന്, എല്ലാ രോഗികളിൽ നിന്നും കുടുംബത്തിൽ എല്ലാവർക്കും വിടുതൽ ലഭിക്കാൻ. ബെസ്ലിൻ മോൾക്ക് വണ്ടി ഭയം ഇല്ലാതെ ഓടിക്കാൻ. പ്രിൻസ് കെ പ്രകാശ്, കല്ലാട്ടുവിളി, കായിപ്പുറം, എൻ്റെ ഭാര്യ ആലപ്പുഴ കുടുംബ കോടതിയിൽ എനിക്കെതിരെ കൊടുത്തിരിക്കുന്ന ഡൈവോഴ്സ് കേസ് പിൻവലിക്കാൻ എൻ്റെ കൂടെ അമ്മ വരണം. എൻ്റെ ഭാര്യയും മക്കളും എൻ്റെ വീട്ടിലേക്ക് തിരികെ വരണം. ഭാര്യയുടെ വീട്ടുകാർ ഞങ്ങളുടെ ബന്ധം തുടരുവാൻ അനുവദിക്കണമെന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു. സിന്ധു ഡിജി, വട്ടക്കാട്, UK, മുത്തുവിൻ്റെ അൾസർ പൂർണ്ണമായി സുഖപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എറണാകുളത്തെ വീടും സ്ഥലവും വിൽപ്പന നടക്കുവാൻ. മക്കൾ വിശ്വാസത്തിൽ ആഴപ്പെടുവാനും പരിശുദ്ധാത്മാവിനാൽ നിറയുവാനും. അൽവിസ് ജെയിംസ്, കുരിശുവീട്ടിൽ, പറവൂർ, നീറ്റ് എക്സാം ഉന്നത വിജയം, 100 മാർക്ക്. ആത്മാവിൽ നിറയാൻ. എല്ലാ യുവജനങ്ങളും ദൈവമക്കളാകുവാൻ. ആദർശ് PA, പഴുക്കുന്നത്ത് വീട്, പാലക്കാട്, വിദ്യാഭ്യാസ പുരോഗതി, രോഗശാന്തിയും ആരോഗ്യത്തിനും വേണ്ടി. ഡാലിയ ആൻ്റണി, കുടുക്കച്ചിറ, എറണാകുളം, മകൾ സെറീനയ്ക്ക് മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്ക് ഉന്നത വിജയം നേടി അഡ്മിഷൻ ലഭിക്കുന്നതിന്. മകൾ സാന്ദ്രയുടെ വിവാഹം മംഗളമായി നടക്കുന്നതിന്. കേരളത്തിൽ സ്വന്തമായി ഒരു വീട് ലഭിക്കുവാൻ സാധ്യമാകുന്നതിന്. ക്യാവറോൺ ലൂയിസ് റിബേക്കോ, ദി ഹെറിയറ്റ്, ആലപ്പുഴ,
ക്യാമറോനെ ഉപരിപഠനത്തിന് പഠിക്കാൻ അനുഗ്രഹവും ഓർമ്മശക്തിയും നൽകുന്നതിന് ക്യാമറോനെ നല്ലതുപോലെ കാണാനുള്ള കാഴ്ചശക്തി നൽകണമേ എന്ന്. കാസ്റ്റൻ്റെ ശരീരത്തിലുള്ള എല്ലാ വേദനകളും മാറ്റിത്തരണമേ എന്ന്. ഒലീവിയ സുമോ, തേവർക്കുളത്തിൽ, ചങ്ങനാശ്ശേരി. പനി വരരുത്, മാറുന്നതിന്, നന്നായി സംസാരിക്കുന്നതിന്, നല്ല കുട്ടിയായി വളരുന്നതിന്, പഠിക്കുന്നതിനും ശാരീരിക മാനസിക ആരോഗ്യത്തിന്. സാന്ദ്ര സജി, വരമ്പകത്ത്, കണ്ണൂർ, ചന്ദനക്കാമ്പാറ. എൻട്രൻസ് എക്സാം നല്ല മാർക്കോടുകൂടി പാസ്സാകുവാൻ പ്രാർത്ഥിക്കുന്നു. ലിസി ജെ, മിനിമന്ദിരം, കൊല്ലം. ജോസിലിനെ നീറ്റ് മെയ് 4 പരീക്ഷയിൽ മികച്ച വിജയത്തിന്. ഭർത്താവിൻ്റെ ജോസിനെ തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കുവാൻ. ജയിൽ മോളുടെ പീരിയഡ്സ് റെഗുലർ ആകുവാൻ. ജെയ്ബിൻ ബേബി, കോട്ടയം. ജസ്ബിൻ്റെയും മീഫിയയുടെയും വിവാഹ തടസ്സം മാറി വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കുവാൻ. വീടും സ്ഥലവും വാങ്ങിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുവാൻ. അനിയത്തിയുടെ വിദേശയാത്ര തടസ്സം മാറി വിദേശത്ത് പോകുവാൻ, ജോലി ലഭിക്കുവാൻ. ഷിൽജു ബൈജു, ജർമ്മനി. ഷിൽജിക്ക് ജർമ്മൻ ലാംഗ്വേജ് നന്നായി പഠിക്കുവാൻ സാധിക്കുവാൻ വേണ്ടി. ഷിൽജിക്ക് ജർമ്മനിയിൽ നല്ലൊരു ജോലി ലഭിക്കുവാൻ. ഷിൽബിൻ തോമസിന് വിവാഹം നടക്കുവാൻ പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കണമേ. തോമസ് ചെറിയാൻ, വിഷുണൽ, ചങ്ങനാശ്ശേരി, +1. ലിവർ ക്യാൻസർ മാറുവാനായി, കടബാധ്യതകൾ വീട്ടുവാനായി, ലിവറിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായി മാറുന്നതിന്. റീന തോമസ്, വിഷുണൽ, +1, ചങ്ങനാശ്ശേരി. ഭർത്താവിൻ്റെ ലിവർ ക്യാൻസർ മാറുവാനായി, കടബാധ്യതകൾ വീട്ടുവാനായി, ചക്കരമോളുടെ പരീക്ഷ വിജയത്തിനായി, എക്സാമിന് PR കിട്ടുവാനായി. ഫെവി സോജെ, ഏറ്റുമാനൂർ. ഫെവിക്ക് മെഡിസിൻ അഡ്മിഷൻ കിട്ടണമേ. എക്സാം നന്നായി എഴുതുവാൻ പറ്റണമേ. നല്ല 5 സ്കോർ കിട്ടണമേ. ലിസി ബെഞ്ചമിൻ, കല്ലുപുരയ്ക്കൽ. എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എന്നും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദിവരഹസ്യം. പരിശുദ്ധ മാതാവ് പരലോകത്തിലെത്തിയ ഉടനെ തൻ്റെ ദിവ്യകുമാരനാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ലിസി ബെഞ്ചമിൻ കല്ലുപുരയ്ക്കൽ. ബെഞ്ചമിൻ്റെ മാനസാന്തരണത്തിനും വചനപ്രഘോഷകനായി മാറുന്നതിനും വേണ്ടിയും സെറ്റാറോസിന് ജോലി കിട്ടുന്നതിനും ആൽബർട്ട് ബെഞ്ചമിൻ സ്കിൻ സംബന്ധമായ രോഗങ്ങൾ മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്നമ്മ തോമസ് നീറ്റ് എക്സാം ഉന്നത വിജയത്തിനും 12th ബോർഡ് എക്സാം ഉന്നത വിജയം നൽകുന്നതിനും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഞ്ജന അനിൽ കോട്ടയം. അച്ഛൻ്റെ എല്ലാ ദുശ്ശീലങ്ങളും മാറി വീട്ടിലേക്ക് തിരികെ വരുന്നതിനും ചേട്ടന് വേഗം തന്നെ ഒരു ജോലി കിട്ടുന്നതിനും നീറ്റ് 2025 മെയ് 4 നടക്കുന്ന എക്സാമിന് ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സെബാസ്റ്റ്യൻ ചാലക്കുടി. ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നതിനും സന്തോഷം നിറഞ്ഞൊരു കുടുംബജീവിതത്തിനും മക്കളെ നല്ല നിലയിൽ വളർത്തുന്നതിനും ജീവിത വിജയത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ എലിസബത്ത് ആലപ്പുഴ. പരിശുദ്ധാത്മാവിൽ നിറയുന്നതിനും ഫൈനൽ എക്സാമിനേഷൻ സഹോദരിയുടെ MBBS എക്സാമിനേഷൻ പാസ്സാകുന്നതിനും രോഗസൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വരുൺ ഡെന്നി ആലപ്പുഴ. പരീക്ഷയിൽ ഉന്നത വിജയവും അമ്മയുടെ സംരക്ഷണം ഉണ്ടാകുന്നതിനും സമാധാനവും പുരോഗതിയും രോഗങ്ങളിൽ നിന്ന് സൗഖ്യവും നൽകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനിൽകുമാർ മാവേലിക്കര. എൻ്റെ ഭർത്താവിന് UAE-യിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുന്നതിനും KSFE ചിട്ടി ലഭിക്കുന്നതിനും സഹോദരൻ്റെ മദ്യപാനം മാറ്റി തരുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വിശ്വാസി എൻ്റെ മോനെ അനുഗ്രഹിക്കണമെന്നും പൂർണ്ണ ആരോഗ്യം ഞങ്ങൾക്ക് നൽകണമെന്നും മകളുടെ കല്യാണം മംഗളമായി നടക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അബിയ കരുമാഞ്ചേരി. 2025 നീറ്റ് എക്സാം ഉന്നത വിജയം നേടുന്നതിനും എൻ്റെ അപ്പയുടെ മദ്യപാനം മാറുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോമോൻ ജോസഫ് ചെറിയപഴി. കുഞ്ഞിനെ ലഭിക്കുന്നതിനും വിശ്വാസത്തിൽ ആഴപ്പെടാനും കുടുംബ സമാധാനവും ഐക്യവും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ ജ്യോതി. ഹോളി ഫാമിലി സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നതിനും ലക്ഷ്മി, സിദ്ധി, സോന, സഞ്ജയ് എന്നിവരെ നീറ്റ് എക്സാം പാസ്സാവുന്നതിനും സിദ്ധി ലിറ്റിൽ പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം കിട്ടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിഷേക് കോട്ടയം. അഭിഷേകിന് നല്ല ജോലി ലഭിക്കുന്നതും അവനിൽ വിശ്വാസം വർദ്ധിപ്പിച്ച് പ്രാർത്ഥനയ്ക്കുള്ള കൃപ നൽകുന്നതിനും എല്ലാ അനുഗ്രഹങ്ങൾ നൽകി നിത്യജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആനി ഫിലിപ്പ്. മാതാവേ, അമ്മയുടെ കയ്യിലിരിക്കുന്ന പോലെ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണമേ. വൈദ്യശാസ്ത്രമല്ല ദൈവശാസ്ത്രം ജയിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലീനയുടെ എക്സാം വിജയത്തിനും ലേയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്നേഹ പോൾ എരുമേലി. അനിയൻ എടുത്ത ഉടമ്പടി കൃത്യമായി പാലിക്കുന്നതിനും അനിയത്തിക്ക് ഒരു കോഴ്സ് എടുക്കാൻ നല്ലൊരു ജോലിയും കിട്ടുന്നതിനും എൻ്റെ അയർലൻഡ് പ്രോസസ്സ് ഈ വണക്കമാസം കഴിയുമ്പോൾ തന്നെ ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അബിൻ ദേവ്. നീറ്റ് എക്സാമിൽ ഉന്നത വിജയത്തിനും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെ MBBS ലഭിക്കുന്നതിനും ദൈവസ്നേഹത്തിൽ നല്ല കുട്ടിയായി വളരുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സെബിൻ ജോർജ് വൈക്കം. കടബാധ്യതകൾ മാറുന്നതിനും വാഹന സൗകര്യമുള്ള ഒരു വീട് ലഭിക്കുന്നതിനും മകൻ പഠിച്ചതിൽ തന്നെയുള്ളൊരു ജോലി ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെറോ കാരക്കാട്ടിൽ. ഭവന നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാവുന്നതിനും പഠന വൈകല്യം മാറി മക്കൾ വിശുദ്ധിയിൽ ജീവിക്കുന്നതിനും കടബാധ്യത മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അബ്രഹാം ഷാർജ. സ്റ്റെല്ലാമോൾ +2-ൽ 90% മാർക്ക് കിട്ടി പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിബി. ഞങ്ങൾക്ക് നല്ലൊരു കമ്പനിയിൽ ജോലി ലഭിക്കുന്നതിനും എൻ്റെ കുടുംബത്തിൽ കോഴിക്കോട് സ്ഥലം വിറ്റുപോകുന്നതിന് തടസ്സം മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജേക്കബ് ആലപ്പുഴ. ഫിൻലാൻഡിലേക്കുള്ള ഇൻ്റർവ്യൂ പാസ്സാകുന്നതിനും
5-4 നടക്കുന്ന ഇൻ്റർവ്യൂ ട്രെയിനിങ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ജിൽസൺ ജോർജ് പാല പഠിക്കുന്നതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. പി ഡി തോമസ് ചെറുപുഴ വീടും സ്ഥലവും വിൽക്കുന്നതിനും ലഭിക്കാനുള്ള പണം തിരികെ ലഭിക്കുന്നതിനും ഷിജിയുടെ കുടുംബ പ്രശ്നം മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിസി ആൻ്റണി എറണാകുളം മകളുടെ ഡിപ്രഷനും മാറി ജോലിക്ക് പോകുന്നതിനും മകൻ പരീക്ഷ പാസ്സായി ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിനും മൂത്ത മകൾക്ക് വിദേശത്തൊരു ജോലി ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സജു വർഗീസ് അറയ്ക്കൽ ആഗ്രഹിച്ച പോലുള്ള ഒരു ബിസിനസ്, അമലയുമത്തുള്ള വിവാഹം, നല്ലൊരു ചെറിയ വീട് എന്നിവ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷീല നമ്പീശൻ എൻ്റെ കുടുംബത്തിൽ കുടുംബസമാധാനം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അരുൺ ജൂലൈ 12 നടക്കുന്ന പരീക്ഷയിൽ വിജയം ലഭിക്കുന്നതിനും അവനൊരു ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതിനും അർച്ചനയ്ക്കൊരു ജോലി ലഭിക്കുന്നതിനും വേണ്ടി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ പക്കലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അമ്മ മാതാവേ, കൃപാസനത്തിൻ്റെ നിയോഗങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മയെ ജീവനോട് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്ത് എത്രയും പെട്ടെന്ന് അതിന് അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന അലക്സ് അച്ഛനും മറ്റു വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ സിസ്റ്റേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗാന ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ആത്മായ പ്രേക്ഷിതർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൃപാസനത്തിൽ കിച്ചൻ മുതൽ അൽത്താര വരെ ശുശ്രൂഷ ചെയ്യുന്ന മുഴുവൻ മക്കളെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന അവളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പള്ളിത്തോട്ടിലെ ഇൻഡോ യൂറോപ്യൻ സ്കൂൾ ഓഫ് ആർട്സിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് തീരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മരിയൻ ഗാർഡൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ മാസം തന്നെ തീർന്ന് ഞങ്ങൾക്ക് അവിടെ പുതിയ ശുശ്രൂഷകൾ തുടങ്ങാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരിയൻ മിഷനെ സമർപ്പിക്കുന്നു. മരിയൻ വാരിയെ സമർപ്പിക്കുന്നു. കർത്താവെ, അവിടെ എല്ലാം അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് പൂർത്തിയാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി പ്രാർത്ഥനയെ ഞങ്ങൾ അവിടത്തെ സമർപ്പിക്കുന്നു. കൃപാസനത്തിലെ ഓരോ ശുശ്രൂഷകളെയും സമർപ്പിക്കുന്നു. ജോസഫ് അച്ഛൻ്റെ ശുശ്രൂഷകളെ സമർപ്പിക്കുന്നു. കർത്താവെ, ഇവയെല്ലാം നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റപ്പായേലേ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പേ, ശ്ലീഹാന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹന്നാനേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായി, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടി ഒന്നായി ചേർത്ത് പരിശുദ്ധ ദേവമാതാവിൻ്റെ തൃപ്പാത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കം 4-ാം തീയതി. ദൈവം മാതാവിന് ലഭിച്ചിരുന്ന തിരുനാമം: ഒന്നാമത് മാതാവിൻ്റെ തിരുനാമം പരിശുദ്ധവും, രണ്ടാമത് മഹനീയവും, മൂന്നാമത് വണക്കത്തിന് യോഗ്യവുമായിരിക്കുന്നു. ആദ്യം ദൈവമാതാവ് പ്രാപിച്ചിരിക്കുന്ന മറിയമെന്ന നാമധേയത്തെക്കാൾ തൻ്റെ ഉന്നതിയും മഹിമയും വെളിപ്പെടുത്തുന്നതിന് തക്ക മറ്റൊരു നാമധേയമില്ല. ഈ തിരുനാമത്തിൻ്റെ അർത്ഥം സമുദ്രം, നക്ഷത്രം എന്നാകുന്നു. അതുകൊണ്ട് കനികാമറിയം കൊടുങ്കാറ്റടിക്കുന്ന സമുദ്രമായ ഈ ലോകത്തിലിരിക്കുന്നവർക്ക് പ്രകാശക്കതിർ വീശുന്ന നക്ഷത്രവും ദീപസ്തംഭവുമായി എല്ലാവർക്കും
മോക്ഷമാർഗം കാണിച്ചുകൊണ്ട് വിളങ്ങുന്നു. ഇതിനെപ്പറ്റി വിശുദ്ധ ബർണാർഡ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അപകടമുള്ള കടലായി ലോകത്തിൽ സഞ്ചരിക്കുന്ന നിർഭാഗ്യനായ മനുഷ്യ, വഴി പിണങ്ങി ഇതിൽ താണു പോകാതെ കരയേറാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നക്ഷത്രമായ കന്യകാമറിയത്തിൽ നിന്റെ ദൃഷ്ടി വെച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക. പരീക്ഷ വരുന്ന സമയത്തിലും ആപത്തിൻ്റെ നേരത്തിലും കന്യകാമറിയത്തോട് അപേക്ഷിച്ചു കൊള്ളുക. അഹങ്കാരം, കോപം, മോഹം, സ്പർദ്ധ മുതലായ ദുർഗുണങ്ങൾ നിന്റെ ആത്മാവിൽ ജ്വലിച്ച് നീ പാപത്തിൽ വീഴാൻ തുടങ്ങുന്ന സമയത്ത് നക്ഷത്രമായ കന്യകാമറിയത്തിൽ ആശ്രയിക്കുക. ആ തിരുനാമം നിന്റെ ഹൃദയത്തിലും നാവിലും എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ നാഥയെ പിൻചെന്നാൽ വഴിതെറ്റിപ്പോകാതെയും ഈ അമ്മയോട് പ്രാർത്ഥിച്ചു വന്നാൽ നിരാശതയുണ്ടാകാതെയും സുരക്ഷിതനായി മോക്ഷത്തിൽ നീ ചേരുമെന്നുള്ളത് നിശ്ചയമുള്ള കാര്യമാകുന്നു. രണ്ടാമത്, മറിയം എന്ന തിരുനാമത്തിൻ്റെ രണ്ടാമത്തെ അർത്ഥം നാഥ, നായിക, രാജ്ഞി എന്നിങ്ങനെയാകുന്നു. ഈ നാഥ തനിക്ക് ലഭിച്ച ഉന്നതിയാലും യോഗ്യതയ്ക്ക് തക്കവണ്ണം കൈക്കൊണ്ട സ്വാതന്ത്ര്യത്താലും ലോകത്തിൻ്റെ നാഥയായി, ദൈവദൂതന്മാരുടെ നായികയായി, മനുഷ്യഗണത്തിൻ്റെ ഉത്തമ രാജ്ഞിയായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനാലത്രേ സർവ്വജനങ്ങളും മഹോന്നതമായ നാമത്തിൽ ഈ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു വരുന്നത്. പരിസകനികാമറിയമേ, അങ്ങേ തിരുനാമത്തിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥത്തിന് തക്കവണ്ണം പരലോകത്തിൽ അങ്ങ് അത്യധികം പ്രതാപം പ്രാപിച്ചുകൊണ്ട് പിശാചുക്കളെ ഭയപ്പെടുത്തി. ഭൂലോകത്തിൽ അങ്ങേ തിരുനാമം എല്ലാവരാലും ബഹുമാനിക്കപ്പെടട്ടെ. സർവേശ്വരനെ ഒഴിച്ച് മറ്റുള്ള സർവത്തെയും, വിശേഷാൽ ഞങ്ങളുടെ മനസ്സിനെയും അങ്ങ് രാജ്ഞിയായി വാണു നടത്തി ഞങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളിൽ സഹായവും ബലഹീനതയിൽ ശക്തിയും അന്ധകാരത്തിൽ പ്രകാശവും മരണസമയത്തിൽ ഉറപ്പുള്ള ശരണവും ആയിരിക്കണമേ. മൂന്നാമത്, വിശുദ്ധ ഫ്രാൻസിസ്കോസ് എന്ന അദ്ദേഹം പരിശുദ്ധ കന്യകാമറിയത്തെ നോക്കിക്കൊണ്ട് പ്രസ്താവിച്ചിരിക്കുന്നതായത് അങ്ങേ തിരുക്കുമാരൻ്റെ ആരാധനായോഗ്യമായ ഈശോ എന്ന തിരുനാമം ഒഴികെ അങ്ങ് കൈക്കൊണ്ടിരിക്കുന്ന മറിയം എന്ന നാമമല്ലാതെ മനുഷ്യർക്ക് വരപ്രസാദങ്ങളും ആശയും സന്തോഷവും അധികമായി നൽകുന്ന നാമം വേറൊന്നുമില്ല. വിശുദ്ധ ബെനവെന്തുര ഇപ്രകാരം പറയുന്നു: പരിശുദ്ധ കന്യകാമറിയമേ, അങ്ങേ തിരുനാമം വണങ്ങി സ്നേഹിക്കുന്നവൻ ഭാഗ്യവാനായി ആശ്വാസം പ്രാപിക്കുകയും സൽക്രിയകൾ ചെയ്തുകൊണ്ട് വരികയും ചെയ്യും. അതിനാൽ ഈ ഉന്നത നാമം ചെല്ലുന്നവന് ആശ്വാസം വരാതിരിക്കുകയില്ല. ആ തിരുനാമം കേട്ടാൽ പിശാച് നടുങ്ങി വിറയ്ക്കുകയും അവൻ്റെ പരീക്ഷയൊക്കെയും നീങ്ങിപ്പോകുകയും ചെയ്യും. പരീക്ഷ നേരിടുന്ന നേരത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തോട് സഹായം അപേക്ഷിക്കാത്തതിനാലാണത്രേ നിങ്ങൾ പാപത്തിൽ വീഴാൻ ഇടവരുന്നതെന്നറിഞ്ഞ് ഇനിമേൽ അതിന് തക്കവണ്ണമുള്ള തിന്മ നിങ്ങൾക്ക് വരാതിരിപ്പാൻ തക്കവണ്ണം അപേക്ഷിക്കണം. പരീക്ഷാ സമയങ്ങളിൽ ദേവമാതാവിൻ്റെ സഹായം അപേക്ഷിക്കണം. ആ മാതാവ് നിങ്ങളുടെ ശത്രുവിനെ ഓടിച്ച് നിങ്ങളെ കാത്തു പരിപാലിക്കും എന്നുള്ളതിൽ തെല്ലും സംശയമില്ല. ദൃഷ്ടാന്തം: ഒരു വറ്റാത്ത ഉറവയിൽ നിന്ന് നല്ല ജലം ധാരാളമായി ഒഴുകി വരുന്നതുപോലെ പരിശുദ്ധ കന്യകയോടുള്ള സ്ഥിരമായ ഭക്തിവിശ്വാസങ്ങൾ മൂലം ആ പരിശുദ്ധ മാതാവിൽ നിന്ന് എല്ലാ ആത്മീയ നന്മകളും സമ്പൂർണ്ണമാവണ്ണം ഒഴുകി വരുന്നു. ഈ സത്യം തെളിയിക്കുന്ന എണ്ണമില്ലാത്ത അത്ഭുതങ്ങളിൽ വെച്ച് കൊർസീൻ എന്ന ഉപനാമമുള്ള വിശുദ്ധ അന്ത്രയോസ് മനസ്സു തിരിഞ്ഞ വർത്തമാനം തിരഞ്ഞെടുത്ത് ഇവിടെ ചേർക്കുന്നു. വിശുദ്ധ അന്ത്രയോസ് പിറക്കുന്നതിനു മുൻപിൽ അയാളുടെ മാതാപിതാക്കന്മാർ തങ്ങളിൽ നിന്ന് പിറക്കാനിരിക്കുന്ന കടിഞ്ഞൂൽ പുത്രനെ സർവേശ്വരന് കാഴ്ച കൊടുക്കുന്നുണ്ടെന്ന് നേർച്ച നേർന്നിരുന്നു. എന്നാൽ കടിഞ്ഞൂൽ പുത്രനായി പിറന്ന വിശുദ്ധ അന്ത്രയോസ് തൻ്റെ മാതാപിതാക്കന്മാരുടെ നേർച്ച ആദിയിൽ നിവർത്തിക്കാതെ ദുഷ്ടന്മാരായ സഖികളുമായി ചൂതുകളിച്ചുകൊണ്ടും ലോകപൗരുഷങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടും നീചമായ ലോകസുഖാദികൾ അന്വേഷിച്ചുകൊണ്ടും നടന്നുവരികയും ഇങ്ങനെ ദുഷ്ടന്മാരിൽ അഗ്രഗണ്യനായി തീരുകയും ചെയ്തു. ഗുണവതിയായ മാതാവിൻ്റെ ഉപദേശങ്ങൾ അഹങ്കാരപൂർവം അയാൾ പരിത്യജിച്ചിരുന്നു. തന്മൂലം അന്ത്രയോസിൻ്റെ അമ്മ അത്യധികം സങ്കടപ്പെടുകയും അയാൾ സ്വസ്വഭാവിയാകാൻ ദൈവമാതാവിനോട് ഇടപെടാതെ പ്രാർത്ഥിച്ചു വരികയും ചെയ്തു. ഇങ്ങനെ ഏറിയ നാൾ ചെയ്തതിൻ്റെ ശേഷം പ്രാർത്ഥിച്ചു വന്ന കാര്യം സാധ്യമായി. ഒരു ദിവസം അന്ത്രയോസ് ഒരു വലിയ കളിക്ക് വട്ടം കൂട്ടുകയിൽ മാതാവ് കരഞ്ഞ് ഏറിയ കണ്ണീരൊലിപ്പിച്ച് നിൽക്കുകയായിരുന്നു. ദുഃഖകാരണമെന്തെന്ന് ചോദിച്ചപ്പോൾ
കുറേ നേരത്തേക്ക് വിചാരമഗ്നിയായി നിന്നുകൊണ്ട് മാതാവ് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ മകനെ, നിന്റെ പിറവിയുടെ തലേരാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാനൊരു ചെറിയ ചെന്നായെ പ്രസവിക്കുകയും അത് കർമ്മലസഭയിൽ പ്രവേശിച്ച് അത്ഭുതകരമായ ഒരു ആട്ടിൻകുട്ടിയായി തീരുകയും ചെയ്തു. ഇതാണ് എൻ്റെ സ്വപ്നം. ഇത് കാരണത്താൽ നിന്റെ പിതാവും ഞാനും ഈ തിന്മ വരാതിരിപ്പാൻ വേണ്ടി നിന്നെ ദൈവമാതാവിന് കാഴ്ച കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ടൊന്നും എന്തു പ്രയോജനം? ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ ദുർനടപ്പിലും വലിയ ക്രൂരതയാലും ചെന്നായിക്ക് തുല്യനായിരിക്കുന്ന നിന്നെ പ്രസവിച്ചതു നിമിത്തം ഇടപെടാതെ ഞാൻ കരയുന്നു. എങ്കിലും നിന്റെ നല്ല നടപ്പുകൊണ്ടും ഭക്തി കൊണ്ടും നീ ഒരു കുഞ്ഞാടിനെ പോലെയായാൽ സന്തോഷത്തോടെ ഞാൻ മരിക്കും. ഈ വചനങ്ങൾ അസ്ത്രങ്ങൾ പോലെ അന്ത്രയോസിൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞതു നിമിത്തം പൂർണ്ണമായി മാനസാന്തരപ്പെട്ട് തൻ്റെ മാതാവിനോട് പറഞ്ഞതായത്: എൻ്റെ അമ്മേ, ക്രൂരനായ ചെന്നായിയെപ്പോലെ നടന്ന ഞാൻ സാധുശീലമുള്ളൊരു കുഞ്ഞാട് പോലെയാകുന്നതിനു മുൻപിൽ അമ്മ മരിച്ചു പോവുകയില്ല. ഏറിയ നാൾ ആ ദുഷ്ടമൃഗത്തെപ്പോലെ ഞാൻ നടന്നു വന്നു. എന്നാൽ അമ്മ കണ്ട സ്വപ്നം നിറവേറിക്കാണുവാൻ ഇപ്പോൾ തന്നെ ഇടയാകും. എന്നെ ദൈവമാതാവിനെ അമ്മ കാഴ്ച കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുവല്ലോ. ഈ പരമനായികയ്ക്ക് ഞാനും എന്നെ തന്നെ കാഴ്ച കൊടുക്കുന്നതാണ്. എനിക്ക് വേണ്ടി ചെയ്ത അപേക്ഷ നിഷ്ഫലമായി പോകുകയില്ലെന്ന് വിചാരിച്ച് അമ്മ സന്തോഷമായിരിക്കുക. ഞാൻ നിങ്ങളോട് ചെയ്ത ദ്രോഹത്തെയും വരുത്തിയ സങ്കടത്തെയും ക്ഷമിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നമ്മുടെ അന്ത്രയോസ് ഈ ആശ്വാസജനകമായ വചനങ്ങൾ പറഞ്ഞയുടനെ പുറപ്പെട്ട് കർമ്മലസഭക്കാരുടെ ഒരു ദേവാലയത്തിലേക്ക് പോയി പരിശുദ്ധ കന്യകയുടെ പീഠത്തിൻ മുൻപാകെ സാഷ്ടാംഗമായി വീണ് തൻ്റെ സർവേശ്വരനും ദൈവമാതാവിനും ബലിയായി കാഴ്ച കൊടുത്തു. ആ ക്ഷണത്തിൽ തന്നെ ദൈവകൃപയാൽ വേറെ മനുഷ്യനായി ആ സന്യാസ സഭയിൽ ചേരുന്നതാണെന്ന് സ്ഥിരപ്രതിജ്ഞ ചെയ്യുകയും അപ്രകാരം അതിൽ പ്രവേശിച്ച് കഠിന തപസ്സുകൾ ചെയ്ത് ഗുരുപട്ടവുമേറ്റ് ഒടുവിൽ ഏറ്റവും കീർത്തിമാനായ ഒരു മെത്രാനാവുകയും ചെയ്തു. ഇദ്ദേഹം ആയുഷ്കാലമൊക്കെയും ദൈവമാതാവിനെ അത്യന്തം ഭക്തിയോടെ സേവിച്ച് തന്നെ ദിവ്യമാതാവിൻ്റെ ദാസനെന്ന് വിളിക്കണമെന്ന് അപേക്ഷിച്ചു വന്നു. നാം എല്ലാവരും ഈ പുണ്യാത്മാവിനെ പോലെ നമ്മെ മുഴുവനും ദൈവമാതാവിനെ കാഴ്ച കൊടുക്കണം. ജപം. അത്യന്ത സ്നേഹത്തിന് യോഗ്യയായ പരിശുദ്ധ കന്യകാമറിയമേ, അങ്ങേ തിരുനാമം നാവിൽ ഉദിക്കുമ്പോഴൊക്കെയും ഹൃദയത്തിൽ എല്ലാവർക്കും അങ്ങിൽ ഭക്തി ജനിക്കും എന്നതല്ലാതെ അങ്ങയെ നിരൂപിക്കുന്നവർക്കെല്ലാവർക്കും അധികമധികമായി അങ്ങയെ സ്നേഹിപ്പാൻ കൃപ നൽകുകയും ചെയ്യുന്നുവല്ലോ. നാഥേ, എന്റെ ബലഹീനത നീക്കി എന്നെ ശക്തിപ്പെടുത്തി കണ്ണുനീരിന്റെ ഉറവയായ ഈ സ്ഥലത്തിൽ എനിക്ക് വേണ്ട അനുഗ്രഹങ്ങൾ അപേക്ഷിച്ചു തരണമേ. അങ്ങ് സർവേശ്വരനായ ദൈവത്തെ പ്രത്യക്ഷമായി കണ്ട് ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കയാൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നവരിൽ വച്ച് അങ്ങയേക്കാൾ യോഗ്യതയുള്ളവരായി മറ്റാരുമില്ല. മോക്ഷരാജ്ഞി നിന്റെ തിരുക്കുമാരന്റെ പക്കൽ നീ പ്രാർത്ഥിക്കുന്നതെല്ലാം നിശ്ചയമായി പ്രാപിക്കുന്നതിനാൽ ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന നാളൊക്കെയും നിന്റെ തിരുക്കുമാരനായ ഈശോ മിശിഹായെ പൂർണ്ണമായി സ്നേഹിച്ച് പരലോകത്തിൽ എന്നേക്കും ആ ദിവ്യരാജനെ വാഴ്ത്തി സ്തുതിപ്പാൻ ഞങ്ങൾക്കിടയാക്കണമേ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ ഉപകാര സഹായം ഭക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടുവെന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യാവൃതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അടുത്തു വരുന്നു. നെടുവേർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു.
അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേലലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച മറിയമേ, പാപികളുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ മാതാവിനോടുള്ള അപേക്ഷ, പാപികളുടെ സംഗമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സംഗീതമേ, അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സംഗീതമേ, സത്യരാജാക്കൾ പ്രഭുക്കർ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. പാപികളുടെ സംഗീതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സംഗീതമേ, നിന്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. സുഹൃത ജപം. മറിയമേ, മറിയമേ, നിനക്ക് സ്വസ്തി. നിനക്ക് സ്വസ്തി. നാഥേ, നാഥേ, നിനക്ക് സ്വസ്തി. നിനക്ക് സ്വസ്തി. സമുദ്രതാരമേ, സമുദ്രതാരമേ, നിനക്ക് സ്വസ്തി. നിനക്ക് സ്വസ്തി. മറിയമേ, മറിയമേ, നിനക്ക് സ്വസ്തി. നിനക്ക് സ്വസ്തി. നാഥേ, നാഥേ, നിനക്ക് സ്വസ്തി. നിനക്ക് സ്വസ്തി. സമുദ്രതാരമേ, സമുദ്രതാരമേ, നിനക്ക് സ്വസ്തി. നിനക്ക് സ്വസ്തി. മറിയമേ, മറിയമേ, നിനക്ക് സ്വസ്തി. നിനക്ക് സ്വസ്തി. നാഥേ, നാഥേ, നിനക്ക് സ്വസ്തി. നിനക്ക് സ്വസ്തി. സമുദ്രതാരമേ, സമുദ്രതാരമേ, നിനക്ക് സ്വസ്തി. നിനക്ക് സ്വസ്തി. സൽക്രിയ സെമിത്തേരിയിൽ പോയി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.